ഇപ്പോൾ നമ്മൾ ഈ AKG സെന്ററിൽ ജനങ്ങൾ തടിച്ചുകൂടി VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ തടിച്ചുകൂടിയതുപോലെ കന്റോൺമെന്റ് ഹൗസിന് മുമ്പിൽ ഈ ആൾക്കൂട്ടം 2006 രൂപപ്പെട്ടിട്ടുണ്ട്. അന്നും കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അത് പാർട്ടി VS-നെ പാർലമെന്ററി സ്ഥാനങ്ങളിൽ നിന്ന് തഴഞ്ഞതിനെതിരെയായിരുന്നു. അത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം അങ്ങ് കയ്യൂർ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ മുതൽ ആലപ്പുഴ കടന്ന് തിരുവനന്തപുരം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ സാധാരണ പ്രവർത്തകരും പൊതുജനങ്ങളും തെരുവിലിറങ്ങുകയും VS-ന്റെ ഫ്ലക്സുകളുമായി പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത സന്ദർഭം ഒടുവിൽ പ്രകാശ് കാരാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടാണ് പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൂടി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ആദ്യത്തെ സന്ദർഭം കൂടിയായിരിക്കും. പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു. അത് VR കൃഷ്ണയ്യർ കത്തെഴുതുന്നു. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പൗരപ്രമുഖരുടെ സമ്മർദ്ദം, അതുപോലെ തന്നെ ജനങ്ങളുടെ സമ്മർദ്ദം, അതിന് തിരുവനന്തപുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഇത്തരത്തിൽ VS-ന് സ്ഥാനാർത്ഥി നിശ്ചയിച്ച സമയത്ത് പാർട്ടി ജില്ലാ ഘടകങ്ങൾ പ്രമേയം പാസ്സാക്കുന്നു. അതിൽ പാർട്ടിയിൽ ആദ്യം ജില്ലാ ഘടകങ്ങൾ പ്രമേയം പാസ്സാക്കി അയച്ച ജില്ലകളിലൊന്ന് തിരുവനന്തപുരമാണ്. അന്ന് തിരുവനന്തപുരം എറണാകുളം ജില്ലകൾ VS-നൊപ്പമാണ്. പിരപ്പൻകോട് മുരളി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളം VS-ന്റെ വലിയ ശക്തി കേന്ദ്രമായി നിൽക്കുകയായിരുന്നു. ഗോപി കോട്ടമുറിക്കലും CM ദിനേശ് മണിയും ഒക്കെ അന്ന് VS-ന്റെ കൂടെയാണ്. ഇടുക്കി MM മണി VS അച്യുതാനന്ദന്റെ കൂടെയായിരുന്നു. ആ ശാക്തിക ബലാബലങ്ങൾ പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ മാറിയെങ്കിൽ പോലും അങ്ങനെ പാർട്ടിക്ക് പുറത്തുനിന്നും അകത്തുനിന്നുമുള്ള സമ്മർദ്ദം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്ത തീരുമാനം മാറ്റേണ്ടി വന്നത് ഒരു പക്ഷേ VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും.